ഹീറോ ആയിട്ടാണ് എല്ലാത്തിനും ചെയ്യുന്നത്. പിന്നെ പൊടിക്ക് റൊമാൻസും ഉണ്ട്. അപ്പൊ കുറെ ലേഡീസ് ഫാൻസ് ആണല്ലോ, ഇവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എന്താ അങ്ങനൊന്നും ഇല്ല, കൊറേ അങ്ങനെയൊന്നും ഇല്ല. സീരിയലില് ഒന്നാമത് നമ്മൾ തന്നെ കോസ്റ്റ്യൂംസ് എല്ലാം നമ്മൾ എടുക്കണം, ജ്വല്ലറീസ് ഒക്കെ. എന്നിട്ട് ഓരോ സീനിലും ഓരോ ഡ്രസ്സ്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സത്യത്തില് ലേഡീസിനാണത് കൂടുതലും വരുന്നത്. അവരുടെ കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും കാണാനായിട്ടൊരു സെക്ഷൻ ആൾക്കാരുണ്ട് അതിനെപ്പറ്റി എൻക്വയറി ചെയ്യാൻ. അതുകൊണ്ടാണ് കൂടുതലും ചാനൽസ് അതിനൊരു പ്രൊമോട്ട് ചെയ്യുന്നത്, കൂടുതൽ നല്ല കോസ്റ്റ്യൂംസ് ഓർണമെന്റ്സ് എന്നുള്ളത്. കഴിഞ്ഞ പ്രൊജക്റ്റിൽ എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രൊജക്റ്റിൽ ഒരു ദിവസം ഒരു 10-18 സീനുകൾ എടുത്ത ദിവസങ്ങളുണ്ട്. അതിൽ 18ലും 18 ഡിഫറെന്റ് ഡ്രസ്സസ് ഇടേണ്ടി വരും കഴിഞ്ഞ പ്രൊജക്റ്റില്. ഇതിൽ ഒരു സ്കെഡ്യൂളിൽ ഒരു ഡ്രസ്സ് മതി. ചിരിക്ക് ഭയങ്കര ഫാൻസ് ആണ്. ഗൂഗിൾ പേ എടുക്കുക. രാഹുലിന്റെ ഏറ്റവും വലിയൊരു വാശി എന്തായിരിക്കും? വാശിയോ? ഞാൻ പൊതുവെ ഒരു വാശിക്കാരനൊന്നുമല്ല, അങ്ങനെ വാശിയൊന്നുമില്ല. അങ്ങനത്തെ വാശിയല്ല, നമുക്കിത് നേടിയെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ എത്തണം. അത് സിനിമ അത് എന്റെ വാശിയല്ല, എന്റെ ആഗ്രഹമാണത്. എനിക്ക് ലൈഫിൽ സ്റ്റേബിൾ ആവണം. ഞാൻ അത്ര സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ഇൻ ദ സെൻസ് ഫിനാൻഷ്യലി, എല്ലാം കൊണ്ടും. ഇമോഷണലി എല്ലാം. ഇമോഷണലി ആണ് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ്. എനിക്ക് കുറച്ച് ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ്. അതൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് സ്റ്റേബിൾ ആവണം കംപ്ലീറ്റ്ലി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കൊറേ ഇപ്പൊ ഹീറോ ആയിട്ടാണ് എല്ലാത്തിനും ചെയ്യുന്നത്. പിന്നെ പൊടിക്ക് റൊമാൻസും ഉണ്ട്. അപ്പൊ കുറെ ലേഡീസ് ഫാൻസ് ആണല്ലോ, ഇവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എന്താ അങ്ങനൊന്നും ഇല്ല, കൊറേ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, അങ്ങനെ ലേഡീസ് ഫാൻസ് അങ്ങനെ ഒന്നും ഇല്ല. ഈ സീരിയലിന്റെ ഒരു പ്രത്യേകത, ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായം കുറഞ്ഞവരും കൂടിയവരും എല്ലാം ഒരേപോലെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഈവൻ എനിക്കൊരു ഫോട്ടോ കണ്ടിട്ട് ഒരു 25 ഏജ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ പയ്യൻ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും ഇൻസ്റ്റയില്, ലൈക്ക് ഇനി ഞാൻ അടുത്ത കഥ ഞാൻ പറയട്ടെ, വൈജയന്തി അലീനോട് ഇങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്, ബാലേന്ദ്രൻ ഇങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നമുക്ക് അയക്കും. അപ്പൊ നമ്മളായിരിക്കും എത്രമാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ട് അവര് കാണുന്നത്. യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര്, കാരണം ഇത് നല്ല രീതിക്ക് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ മേക്കിംഗ് രീതി ആവാം, അല്ലെങ്കിൽ ഇത് പോർട്രേ ചെയ്യുന്ന രീതി ആവാം, എന്തായാലും അവര് ഒത്തിരി ഫീഡ്ബാക്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഹെവി മേക്കപ്പ് ഇല്ല, സത്യം അതാ ഞാൻ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ്. ഞാൻ മേക്കപ്പേ ഇല്ല, എനിക്ക് മേക്കപ്പ് ഇല്ല, ഞങ്ങൾ രണ്ടും നാച്ചുറൽ ബ്യൂട്ടി ഇല്ല. കുറച്ചാണെങ്കിലും മേക്കപ്പിന്റെ ടോൺ കൂടിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയും നമ്മളത്. അത്രമാത്രം കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതെ. പിന്നെ പുതിയ പുതിയ കോസ്റ്റ്യൂംസ് എപ്പോഴും എടുത്തത് യൂസ് ചെയ്യണം അങ്ങനല്ല, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കോസ്റ്റ്യൂംസ് ഓപ്ഷന് നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഷെഡ്യൂൾ നൈറ്റി ഒക്കെയാണ് ഇടുന്നത്. അങ്ങനെ യൂഷ്വലി നമ്മൾ ഒരു പാറ്റേൺ നമ്മളിപ്പോ എല്ലാ മാസവും 10-15 നൈറ്റ് വാങ്ങിച്ച് വീട്ടിൽ വെക്കില്ലല്ലോ. യൂസ് ചെയ്ത് നേരത്തെ ഇട്ട് തന്നെ റിപ്പീറ്റഡ്ലി ഇടുക. വീട്ടിലൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ. എല്ലാവരും മറ്റേ ലുക്സിന് ഇതിൽ അധികം ഫോക്കസ് ചെയ്യാറില്ല. ഈ സീനിൽ അടുത്ത സീനിൽ ഇങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ ആരും ഫോക്കസ് ചെയ്യാറില്ല. എല്ലാവരും ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സീൻ എങ്ങനെ നന്നാക്കാന്ന് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ഈ മാല ഇടണം ആ മാല ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം 2 വാച്ച് അങ്ങനെ ആരും നോക്കാറില്ല. പക്ഷേ ഞാനിങ്ങനെ എനിക്ക് എന്താ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അറിയോ, സീരിയലില് ഒന്നാമത് നമ്മൾ തന്നെ കോസ്റ്റ്യൂംസ് എല്ലാം നമ്മൾ എടുക്കണം, ജ്വല്ലറീസ് ഒക്കെ. എന്നിട്ട് ഓരോ സീനിലും ഓരോ ഡ്രസ്സ്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സത്യത്തില് ലേഡീസിനാണത് കൂടുതലും വരുന്നത്. അവരുടെ കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും കാണാനായിട്ടൊരു സെക്ഷൻ ആൾക്കാരുണ്ട് അതിനെപ്പറ്റി എൻക്വയറി ചെയ്യാൻ. അതുകൊണ്ടാണ് കൂടുതലും ചാനൽസ് അതിനൊരു പ്രൊമോട്ട് ചെയ്യുന്നത്, കൂടുതൽ നല്ല കോസ്റ്റ്യൂംസ് ഓർണമെന്റ്സ് എന്നുള്ളത്. പക്ഷേ പിന്നെ എന്താ പറഞ്ഞു ഈ കോസ്റ്റ്യൂംസ് കഴിഞ്ഞ പ്രൊജക്റ്റിൽ എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രൊജക്റ്റിൽ ഒരു ദിവസം ഒരു 10-18 സീനുകൾ എടുത്ത ദിവസങ്ങളുണ്ട്. അതിൽ 18ലും 18 ഡിഫറെന്റ് ഡ്രസ്സസ് ഇടേണ്ടി വരും കഴിഞ്ഞ പ്രൊജക്റ്റില്. ഇതിൽ ഒരു സ്കെഡ്യൂളിൽ ഒരു ഡ്രസ്സ് മതി. ഇതിലെ ഹീറോയിൻ ആണെങ്കിലും അങ്ങനെ ഭയങ്കര
ഹീറോയിൻ മറ്റേ ആ ചുരിദാർ ഒന്ന് മാറ്റിയാൽ മതി ഭയങ്കര ലാഭ കുറച്ച് ഡ്രസ്സസ് അല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ അതിനോട് ചേരുന്ന ആ ക്യാരക്ടറിനോട് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഡ്രസ് ചെയ്യുന്നത്, അല്ലാണ്ട് കുറച്ച് കയറ്റി ആകെ. പിന്നെ എനിക്ക് തോന്നുന്നു ഷഹനാസിന്റെ ജാൻവിയുടെ ഒക്കെ ക്യാരക്ടേഴ്സേ ഉള്ളൂ, ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. കുട്ടികളല്ലേ, അവർ കോളേജിലൊക്കെ പോകുമ്പോൾ അവരങ്ങനെ ഒരുങ്ങുമല്ലോ എന്നുള്ളത് വെച്ചിട്ട് മാത്രമാണ് അവരെടുത്ത്. ബാക്കി ആരെടുത്തും അങ്ങനെ ഈ ലുക്കിൽ വരണം, ഇങ്ങനെ ഡ്രസ് ചെയ്യണം, ഈ സീക്വൻസിൽ ഇങ്ങനെ കൊടുക്കണം എന്നൊന്നുമില്ല. ഈവൻ മേക്കപ്പ് ചെയ്യരുതെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മേക്കപ്പ് ഞങ്ങള് ഇപ്പോഴത്തെ എന്റെ ക്യാരക്ടർ പോകുന്ന സിറ്റുവേഷനിൽ മേക്കപ്പ് വേണ്ട എന്ന് ഞാനാണ് തീരുമാനിച്ചത്. അതിനുള്ള ഫ്രീഡവും നമുക്ക് തരുന്നുണ്ട്. ഇപ്പം മറ്റു പ്രോജക്റ്റിലാണെങ്കിലും ഇതിലാണെങ്കിലൊക്കെ നായികമാരുണ്ടല്ലോ, അപ്പൊ കുറച്ചും കൂടി ഭയങ്കര ഒരു കമ്പനി ആരുമായിട്ടാ? കൃഷ്ണേന്ദു ആണോ, അലീനയാണോ? അല്ല, അലീനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വല്ലപ്പോഴും ഈ സ്കെഡ്യൂൾ കണ്ടിട്ട് ആ കുട്ടിയെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ വലിയ പരിചയമില്ല ആരുമായിട്ടും. കൂടുതലും കമ്പനി കൃഷ്ണേന്ദുമായിട്ടാണോ? അത് കഴിഞ്ഞ പ്രോജക്റ്റില് ഉണ്ടായിരുന്നു. കമ്പയർ ഒബ്വിയസ്ലി, കാരണം ഞങ്ങള് ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അതിൽ ആ പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളാണ് നായകനും നായികയുടെ ആണ് കഥ പോകുന്നത്. ഒബ്വിയസ്ലി നമ്മള് കമ്പാരിറ്റീവ്ലി കൃഷ്ണേന്ദുമായിട്ടായിരുന്നു കമ്പനി. ഇപ്പം രാഹുലിന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചോദിക്കാൻ പറഞ്ഞ സിംഗിൾ. ഇത്ര ഉറക്കെ റെഡി ടു മിംഗിൾ? അല്ല, ഇപ്പൊ അങ്ങനെയൊന്നും ഒരു മൈൻഡ് ഇല്ല. ഇപ്പൊ മനസ്സിൽ നിറച്ച് സിനിമ എന്നുള്ളൊരു സ്വപ്നമാണ്, അതാണ് ഫോക്കസ് ചെയ്യുന്നത്. സിനിമയോടാണ് എനിക്ക് പ്രണയം, അങ്ങനെയാണോ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതിന്റെ അല്ലാണ്ട് ഞാൻ ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എനിത്തിങ്. അപ്പൊ ആ ടൈമിൽ പറ്റിയ ഒരാള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ നോക്കും. അല്ലാണ്ട് ഞാനിപ്പോ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് മണ്ടത്തരാണ്, ആര് പറഞ്ഞാലും. ഇനിയിപ്പോ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവർ ആ വഴിക്കങ്ങ് പോകും. ഉറപ്പായിട്ടും വരും. അത് വരും, വരാനുള്ള വണ്ടി. അതെ, ഇപ്പൊ അതിനെ നോക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുന്നോ ഇല്ല. ഇപ്പൊ എന്റെ കരിയർ ഫോക്കസ് ചെയ്ത് പോകുന്നു, ബാക്കി നടക്കാനുള്ള നടക്കട്ടെ. എന്റെ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ? കോൺസെപ്റ്റ് ഒന്നും അങ്ങനെ ഇല്ല, പീസ് ഓഫ് മൈൻഡ് വേണം, അതാണ് പ്രധാന കാര്യം. ഒരു കോമ്പാറ്റബിലിറ്റി, നമ്മുടെ ഒരു എനർജി ലെവൽ മാച്ച് ആവണം, അത്രയൊക്കെ ഉള്ളൂ. വലിയ വലിയ എന്റെയോ നമ്പറാ ഞാൻ ഏതാ നമ്പറിൽ അല്ല, അതിൽ അങ്ങനെയൊക്കെ നോക്കി ഞാൻ ആ വഴി ചിന്തിച്ചിട്ടില്ല. നവംബർ 30th ആണ് ബർത്ത്ഡേ അല്ലേ? നവംബർ 30th എത്ര വയസ്സാവും? അതൊന്നും പറയില്ല. എന്തും ചോദിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഗേൾസ് മെസ്സേജസ് ഒക്കെ വരാറില്ലേ? എനിക്ക് രാഹുലിന്റെ ഇൻബോക്സിനെ കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി. ഫോണാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. മെസ്സേജസ് ഒക്കെ ആൾക്കാർ അയക്കാറുണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ മറ്റേ കള്ളം പറയണായിപ്പോ അയക്കാറുണ്ട്. അത് മറ്റേ നമ്മുടെ വർക്കിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു സീനിന്റെ കോംപ്ലിമെന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലാണ്ട് വേറെ രീതിയിൽ മറ്റേ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം, അങ്ങനെയൊന്നുമല്ല. ഇല്ല, എല്ലാവരും വർക്കിനെ ബേസ് ചെയ്തും കോംപ്ലിമെന്റ് ചെയ്തും ചില സജഷൻസ് പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ മെസ്സേജ് അയക്കാറ്. ഓക്കെ. ഈ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹം, സിനിമ ആണെങ്കിലും സീരിയൽ ആണെങ്കിലും ആക്ടിങ് ആണല്ലോ മെയിൻ ഒരു ഉദ്ദേശം. അപ്പോൾ ക്യാമറക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ളൊരു ലേബലിലേക്ക് മാറിയല്ലോ. അപ്പോൾ ലൈഫിൽ സംഭവിച്ച ഒരു ബെസ്റ്റ് എന്താണ് ഒരു ചേഞ്ചിങ്? കുറേ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടാവില്ലേ? ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതാണ് ലൈഫിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ച്. കാരണം ഇതിനു മുമ്പ് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ് പഠിച്ചത്, അത് ഞാൻ ബിസിനസ് ചെയ്തു. ഇതിലൊന്നും കിട്ടാത്ത ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു സീൻ ചെയ്ത് ഒരു ദിവസം നല്ല കുറച്ച് സീൻസ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ്, അത് വേറൊന്നും അതിന് അടുത്ത് പോലും എത്തില്ല, വേറെ ഒന്നും അതിന്റെ അടുത്ത് പോലും എത്തില്ല. അതാണ് ഏറ്റവും വലിയ ചേഞ്ച്. ഓക്കെ. ചേച്ചി ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന അത്രയും വലിയൊരു ഒരു ജോബൊക്കെ വിട്ടിട്ട് നമ്മൾ മീഡിയയിലേക്ക് ആക്ടിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ അമ്മയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലൊക്കെ എങ്ങനെയായിരുന്നു? അവർ പറഞ്ഞോ നീ നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്തോ? അങ്ങനെ എന്തായാലും പെണ്ണുങ്ങൾക്ക് കൂടുതലായിട്ട്, അതായത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതും കൂടി കൊണ്ട് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും അത് നടക്കില്ല. വീട്ടിലെ സപ്പോർട്ട് എല്ലാവരും, ഹോൾ ഫാമിലി തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു ഇപ്പം ആക്ടിങ്, ഇപ്പം മീഡിയ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കൊരു കൺസിസ്റ്റൻസി, ഐ മീൻസ് ഓഫ് അവസരങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരണം എന്നില്ലല്ലോ? അതില്ല, അതിപ്പോ ആർക്കാണെങ്കിലും ഒരു കയറ്റിറക്കം
ആർക്കായാലും ഉണ്ട്. അതിപ്പോ ഇപ്പോഴത്തെ വലിയ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഫേസിലൂടെ കടന്നു പോയതാണ്. പിന്നെ ഒന്നും നമ്മുടെ ലൈഫിൽ ഒന്നും കൺസിസ്റ്റന്റ് അല്ല. ഇപ്പൊ നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ റിലേഷൻഷിപ്സ് ആയിരുന്നെങ്കിലും ആര് നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മളുടെ ജോബിനകത്തും ഒക്കെ വരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഉള്ള ടൈം നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് മാക്സിമം നമ്മൾ അതുമായിട്ടങ്ങ് പോവാം. ബാക്കി വരുന്ന പോലെ, ബാക്കി വരുന്നിടത്ത് ഒന്നും പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കില്ലല്ലോ. അങ്ങനെ എൻ്റെ ലൈഫിൽ കൂടുതൽ അല്ലേ? അത് തീർച്ചയായും. അങ്ങനെ അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പോകുന്ന ആ പരിപാടി ഇല്ല, അങ്ങനൊന്നുമില്ല. ഗോ വിത്ത് ദ ഫ്ലോ. അത്രേ ഉള്ളൂ. ആ അങ്ങനെ വിചാരിച്ചാലേ നടക്കുള്ളൂ. ആ ആ കാര്യം ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ വരണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ നടക്കാം, നടക്കാതിരിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. എല്ലാം നമ്മളുടെ ഒരു വിശ്വാസത്തിലാണ്, ഒരു ട്രസ്റ്റിന്റെ പുറത്ത് ഇങ്ങനെ പോവുകയാണ്. എങ്ങനെ വേണമെങ്കിലും ലൈഫ് തിരിഞ്ഞും പറഞ്ഞും പോവാം. രാഹുൽ എങ്ങനെയാ? സെയിം. നമ്മുടെ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ട്, ഇതിൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടൊരു ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ അത് ഗവൺമെന്റ് ജോബ് അങ്ങനെയുള്ള പരിപാടി നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം 1-ാം തീയതി എന്ത് പോയാലും ഇങ്ങനെ ഒരു സാലറി വരും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പെൻഷനും കിട്ടും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണമെന്നില്ല. അത് എല്ലാ ജോലിക്കും ഉണ്ട്, ഇതിൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്റെ അടുത്ത വർഷം ഞാൻ ഇങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കുക, കിട്ടുന്നതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. നടന്നു പോകുന്ന വഴിക്ക് കാലൊന്ന് ചരിഞ്ഞ അന്നത്തെ പ്ലാൻ ഫുള്ള് പോയി. സത്യം. ഓവറായിട്ട് പ്ലാൻ ചെയ്യാതിരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് വർക്കിലേക്കും നമ്മൾ കൊണ്ടുവന്നു, കാരണം കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ആർക്കും, എനിക്ക് മനസ്സിലായിടത്തോളം ഒരു പരിധി വരെയൊക്കെ എല്ലാവർക്കും എല്ലാവരോടും കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഓക്കെ, നമ്മളുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മറ്റേ ആൾക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓടിയെത്താൻ പറ്റിയെന്ന് വരത്തില്ല. വേണമെങ്കിൽ 2 വാക്ക് വിളിച്ച് നമുക്ക് സംസാരിക്കാം, എല്ലാം ഓക്കെ ആകും. അത്രയൊക്കെ എല്ലാവർക്കും ലൈഫിൽ പറ്റും. അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടും കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ ബേർഡൻസ് ഉണ്ട്, ലൈഫുണ്ട്. അത്ര അല്ല, അതാണ് ലൈഫിലേക്ക് കടക്കുമ്പോൾ കുറച്ച് നമ്മൾ അങ്ങനെ തന്നെ തിങ്ക് ചെയ്യണം. ഓക്കെ. ഈ ചിരിക്ക് ഭയങ്കര ഫാൻസ് ആണ്. ഗൂഗിൾ പേ എടുക്കുക, ഗൂഗിൾ പേ ഞാൻ തരും ഇത് കഴിയുമ്പോ. അങ്ങനൊന്നുമില്ല. ഇത് വെച്ചിട്ടാണ് നീ വരണം, ഇതൊക്കെ കേൾക്കാനാണ് എന്നെ കൂടെ നീ വിളിച്ചത് ഇന്റർവ്യൂവിന്. കേൾക്കണം. സാധാരണ ഇതിലാണ് എഴുന്നേറ്റ് പോവാം. അതെ, ഒന്നും ചെയ്യാൻ കേട്ടേ പറ്റൂ. ലൊക്കേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ എണീറ്റിപ്പോ പോയേനെ. അതടക്കിടക്ക് പുച്ചപ്പാവിടുന്ന് എനിക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കണം. അങ്ങനെയല്ലേ? അങ്ങനൊന്നുമില്ല. ഉണ്ടോ? മസ്താനി പറയൂ. ഇനിയും കേൾക്കണോ? ഒരുപാട് പറഞ്ഞു. അല്ല, അവര് ചോദിക്കാൻ പറഞ്ഞു. അല്ല, എന്നാലും ചിരിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് പൊതുവെ. ഭയങ്കര നിഷ്കളങ്കമായ ചിരിയാണ്. കഴിച്ചില്ലെങ്കിലും ചേച്ചിയുടെ അതെ അതെ ചിരിച്ചില്ലെങ്കിലാണ് നമ്മൾ വിചാരിക്കുക ഓ വൈജയന്തിയാണ്, പക്ഷെ ചിരിച്ച വൈഷ്ണവിയോ. അതെ, അതൊരു എപ്പോഴും അപ്പൊ വൈഷ്ണവി ആയിരിക്കും. അത് അതാ ഞാൻ പറഞ്ഞേ, വന്നപ്പോ കണ്ടു ആ ഒരു കറക്റ്റ്. അമ്മ പറയുന്നു പോവാൻ മതി എന്നൊക്കെ. എന്റെ അമ്മക്ക് ഇത് കേൾക്കാൻ വയ്യ. ഇപ്പം സിനിമയിലേക്ക് ഇപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല, മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വില്ലൻ ആയിട്ട് എനിക്കൊരു സ്റ്റാർട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യോ? പിന്നെ 11 ഏഞ്ചൽ നമ്പർ വിട്ടൊരു കളിയില്ല. ഇപ്പൊ അത് ജെൻസി മാറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഞാൻ ജെൻസി ഒന്നുമല്ല. അല്ല ഓക്കെ. അങ്ങനെ അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണോ? ഞാനോ? അല്ലല്ല, ഞാൻ അവസരം തരൂ. നമുക്ക് ചിലരെ കണ്ടാറില്ല, ചിലരെ കണ്ടാറില്ല. ചിലപ്പോ അവരെ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രായമാണെന്ന് വിചാരിക്കും. ചിലപ്പോ പ്രായം എന്താണ്, അതിനാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കുന്നത്. ഷൂ ഒക്കെ അതിനൊക്കെയാണ്. അതെന്താ അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു മൂവിയിൽ ഒരു നല്ലൊരു വില്ലൻ ക്യാരക്ടർ കിട്ടി തുടങ്ങണേ എന്നാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാറ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഉള്ളിലപ്പോ ഒരു വില്ലനസ് ഉണ്ട്. ഇവിടെ ഇൻസ്പയർ ആയിട്ടാണോ? ഇൻസ്പിറേഷൻ എല്ലായിടത്തും ഞാൻ എടുക്കാറുണ്ട്, പക്ഷെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം. കാരണം അങ്ങനെ ഒരു സ്പേസ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരട്ടെ എന്ന് പ്രതീക്ഷിക്കും. അവൻ എന്തായാലും വരുന്നേക്ക് ഇതിന്റെ ക്ലിപ്പ് കട്ട് ചെയ്തിടണേ. ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് എന്തൊക്കെ വർക്ക് ആയിട്ടുണ്ട്?
അത് പറയാൻ പാടുണ്ടോ? പറയാം, അവർക്കായത് പറയാം. ആയത് അപ്പൊ ഇത് ഈ പ്രൊജക്റ്റ് എല്ലാം അങ്ങനെ, കാരണം നമുക്ക് സീരിയൽ ചെയ്യുമ്പോൾ നല്ല ക്യാരക്ടർ, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ, അതിൽ നല്ല നമുക്ക് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ്, അതൊക്കെ നല്ലത് കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊജക്റ്റാണിത്, ഒരു ഭാഗ്യമാണിത്. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ ആ സീനൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും, കാരണം ഇതിൽ നമുക്ക് ആർക്കും എക്സ്ട്രാ ഒന്നും അഭിനയിക്കേണ്ട, ഓവർ ആക്ടിങ് അങ്ങനെ ഒന്നുമില്ല, നമ്മളാരും അങ്ങനെ പറഞ്ഞു തരാറുമില്ല, നമുക്ക് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയില്ല, അങ്ങനെ ചെയ്യേണ്ട സീൻസും ഇല്ല. അതുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇങ്ങനെ പ്രൊജക്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതൊരു പാർട്ടാണെന്ന് പറയാം. ഓക്കെ, 11 വിഷ്. യെസ്, തീർച്ചയായിട്ടും. ഓക്കെ, ചേച്ചിക്ക് അങ്ങനെ ഉണ്ടോ 11 കാണുമ്പോൾ വിഷ് ചെയ്യുന്ന പരിപാടിയൊക്കെ? പിന്നെ ഞാന് അപ്പൊ തന്നെ 11 കാണാൻ രാഹുലൊക്കെ അടുത്തുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും രാഹുൽ നികിതയൊക്കെ കാണിക്കും നമ്പർ. അവരും മാനിഫെസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, ഈ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വന്നതാണോ? അല്ലെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി, ആക്ടിങ് സർപ്രൈസിംഗ്ലി പറ്റിയിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തത് എന്താ? സത്യത്തിൽ ഈ ഫീൽഡിൽ വന്നിട്ട് ജോർജ് സാറിന്റെ പ്രോജക്റ്റ് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. ആണോ? എല്ലാരും മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അത് അതിനു വേണ്ടി അത് മാത്രം തിങ്ക് ചെയ്ത് അങ്ങനെയല്ല, ബട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും, തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഇനി വേറെ കുറച്ചും കൂടി ചടപടേന്ന് ചോദിക്കാം. നിങ്ങൾ നേരത്തെ കണക്കത്തെ ചോദ്യങ്ങളാണോ? അല്ല, ഞാൻ ശക്തമായി എതിർക്കുന്നു. ഇടവേളകൾ ആനന്ദകരമാക്കാൻ മുന്നിൽ നിൽക്കുന്നത് ആരാ? വേദവ്യാസ്. വേദ എന്താ ചെയ്യാ? ഔട്ടിങ് പോവാം, ഗെയിം കളിക്കാം, പ്ലാൻ ഉണ്ടാക്കുന്ന പുള്ളിയാണ്. അതെ. ഓക്കെ, വൈഷ്ണവിയെ കുറിച്ച് രാഹുൽ മനസ്സിലാക്കിയ ഒരു നഗ്ന സത്യം, ഇവിടെ നിന്ന് മനസ്സിലാക്കിയതല്ല, അല്ലാതെ മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഓടിക്കേറി ഫ്രണ്ട്ലി ആവുന്ന ഒരാളല്ല. പക്ഷെ ഗിവൺ ദ ടൈം ആൻഡ് സ്പേസ് ആ ഒരു എനർജി നല്ലതാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരാളാണ് വൈഷ്ണവി. ഞാൻ അത് വിചാരിച്ചു ഭയങ്കര ജാടായിരിക്കും എന്നെ കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ ആദ്യം കണ്ടപ്പോ അച്ഛനെ കണ്ടാലും ഹെഡ് വെയിറ്റ് തോന്നും, ഭയങ്കര ദേഷ്യത്തിലിരിക്കാൻ തോന്നും. മോക്ഷൂട്ടിന് വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് വൈഷ്ണവിയെ കാണുമ്പോ എനിക്ക് ആളെ അറിയാം, പക്ഷെ പേഴ്സണലി അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ജാടയാന്ന് ഞാൻ വിചാരിക്കാറില്ല, കാരണം ഒരാളെ കാണുന്ന വഴി ജാടയാന്ന് വിചാരിക്കുന്നത് അത് തെറ്റാണ് അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ അധികം അങ്ങനെ ഫ്രണ്ട്ലി ടൈപ്പാന്ന് അറിയില്ല, ജാടയാന്നല്ല ഫ്രണ്ട്ലി ആണെന്ന് അങ്ങനെ അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ ജസ്റ്റ് കണ്ടു, ചിരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ സ്ക്രിപ്റ്റ് വായിക്കായിരുന്നു സാർ ആദ്യമായിട്ട് മോക്ഷൂട്ടിന് വരുമ്പോ. അപ്പൊ എന്നെ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു, അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചു സ്ക്രിപ്റ്റ് കേൾക്കാൻ വേണ്ടി. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എംപത്തറ്റിക് ആണ്, കാരണം വൈഷ്ണവിക്ക് അവിടെ എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ അവിടെ അങ്ങനെ മൂലയ്ക്ക് നിന്നുകൊണ്ട് തന്നെ. പക്ഷെ അത് കേൾക്കാൻ വേണ്ടി അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിച്ചു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ. അത് കൊള്ളാട്ടോ, തിരിച്ചങ്ങനെ തിരിച്ചറിഞ്ഞൊരു നഗ്ന സത്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര ഫ്ലേർട്ടിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അല്ല അല്ല, വളരെ സ്വീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇല്ല, ഞങ്ങൾ ഇട്ടിട്ട് ഞങ്ങള് ചീപ്പായിച്ചു. എല്ലാത്തിലും കയറി നമ്മൾ തന്നെ ആത്മാർത്ഥത കാണിക്കുന്നല്ല, വേണ്ടതാണെങ്കിൽ അവൻ അതിനകത്ത് ഇടപെടേണ്ടതാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, മനഃപൂർവ്വം അവസരങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ആക്ടിങ് ആണോ? ഇതിൽ നിൽക്കുന്നോണ്ടാണോ? അല്ല, വേണ്ട ശരിയാവില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോ പല അവസരങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇത് 8 മാസം വെയിറ്റ് ചെയ്ത് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അന്നേരം അതിന്റെ ഇടയ്ക്ക് വന്ന പല ഓഫറും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് മനഃപൂർവ്വം. അതൊക്കെ കുറച്ചും കൂടി ഹിറ്റ് ആവുക അങ്ങനെ ഇല്ല. അല്ല, അത് എനിക്ക് അറിയില്ല, വേറെ ബോർഡ്സ് എനിക്ക് ഞാൻ അന്വേഷിച്ചു പോയിട്ടില്ല. ഇപ്പൊ വേറെ അതർ ലാംഗ്വേജ് ഒക്കെ പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു, അതിന്റെ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിൽ ഞാൻ ഹാപ്പിയാണ്, വെയിറ്റ് ചെയ്തതിൽ ഞാൻ 100% ഹാപ്പിയാണ്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്താ ലേറ്റ് ആയി വന്നാൽ ലേറ്റസ്റ്റ് ആയി വരുക. ഇന്ന് തന്നെ വന്നില്ലേ അതുപോലെ ലേറ്റ് ആയിട്ട്? അതെ, ഞങ്ങൾ ഓർക്കുന്നു. ഓക്കെ, രാഹുലിന്റെ ഏറ്റവും വലിയൊരു വാശി എന്തായിരിക്കും? വാശിയോ? ഞാൻ പൊതുവെ ഒരു വാശിക്കാരനൊന്നുമല്ല, അങ്ങനെ വാശിയൊന്നുമില്ല. അങ്ങനത്തെ വാശിയല്ല, നമുക്കിത് നേടിയെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ എത്തണം. അത് സിനിമ അത് എന്റെ വാശിയല്ല, എന്റെ ആഗ്രഹമാണത്. സിനിമ ചെയ്യണം, അതില് ചെയ്യും മാത്രമല്ല അതിൽ സസ്റ്റെയിൻ ചെയ്യണം, പല ക്യാരക്ടേഴ്സ് ചെയ്യണം, പല ആൾക്കാരുടെ കൂടെ അഭിനയിക്കണം, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണം. അതെന്റെ ഒരു വലിയ ആഗ്രഹമാണ്. എനിക്ക് ലൈഫിൽ സ്റ്റേബിൾ ആവണം. ഞാൻ അത്ര സ്റ്റേബിൾ അല്ല.
സ്റ്റേബിൾ ആവണം. സ്റ്റേബിൾ ഇൻ ദ സെൻസ് ഫിനാൻഷ്യലി, എല്ലാം കൊണ്ടും ഇമോഷണലി എല്ലാം. ഇമോഷണലി ആണ് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ്. എനിക്ക് കുറച്ച് ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ്. അതൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് സ്റ്റേബിൾ ആവണം കംപ്ലീറ്റ്ലി. അത് ഒരു വാശി തന്നെയാണ്. എന്നിട്ട് വേണം ബാക്കി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. അല്ല, എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര ആൻസൈറ്റിയാ. അതാണോ അമ്മേനെ കൊണ്ടുവന്നേ? അമ്മ ഇല്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ ഒന്ന് അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ. അവരൊക്കെ പഴയ ഇതിനകത്തൊക്കെ നിന്നിരുന്ന ആൾക്കാരല്ലേ, അതൊന്നും. പിന്നെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം. അത് അറിഞ്ഞില്ല സംസാരം ഉണ്ടാവും. സെറ്റില് കേൾക്കുന്ന പോലെ നിന്നെ കാണാനിരിക്കും അമ്മ. ആൾക്കാരുണ്ടോ? ഇല്ല. പറ്റിക്കുന്നേ ഞങ്ങള് ജാൻവിയൊക്കെ പറ്റിക്കും എന്നുള്ളത് ഹേർട്ട് ചെയ്യുന്ന രീതിക്കല്ല. അല്ല, ചുമ്മാ തമാശക്ക് രണ്ട് പ്രാങ്ക് ഒക്കെ ചെയ്യാം. ഓക്കെ. മനുവിനെ രാഹുൽ ഇപ്പൊ കാണുവാണെങ്കിൽ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? എന്തിനാ ഈ എന്തിനെ രക്ഷിക്കുന്നത്? മനു ഇപ്പൊ ഞാനായിരുന്നു മനുവെങ്കിൽ ഇത്രയും അലീന എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പുറകെ അങ്ങനെ ഫോളോ ചെയ്തൊന്നും പോകത്തില്ല. ഇല്ല, ഇപ്പോഴും ഫോളോ ചെയ്യുന്നില്ലല്ലോ. അല്ല, മനു അതന്നെ. മനു ഇപ്പോഴും അലീനെ അത്രയും ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ റീസെന്റ് ചെയ്ത 2 സീനിലൊക്കെ ഫോളോ അപ്പൊ എന്റെ അഡ്വൈസ് അതാണ്, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, ഇനി വരുവാണെങ്കിൽ വരട്ടെ. അല്ലാണ്ട് അതിനു വേണ്ടി നമ്മൾ പുറകെ തേടി പോകണ്ട. നമ്മൾ ചെയ്യാനുള്ള പാർട്ട്, നമ്മുടെ പാർട്ട് കഴിഞ്ഞു, ഇനി ബാക്കി വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള അഡ്വൈസ് കൊടുക്കും. വൈജയന്തിനെ വൈഷ്ണവിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരുന്നു? കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക കൂടെ നിൽക്കുന്നവരെ എന്നുള്ളത്. പറയുന്ന ഏറ്റവും പ്രധാനം. പിന്നെ സീരിയലായതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. ഇത്രയും ഈ അലീന ബാലേന്ദ്രന്റെ മോളാണെന്നും ഇത്രയും പിടിച്ച് വീട്ടിൽ നിർത്തുകയൊക്കെ ചെയ്തിട്ടും ഒന്നും ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു കഷ്ടം തോന്നി ആ ക്യാരക്ടറിനോട്. അല്ല, അലീനെ പല രീതിക്കും മോശം പറയുന്നുണ്ട്. അപ്പോ വൈജയന്തിക്ക് ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ട് എന്നുള്ളത്, ആ ലൈഫ് നമ്മൾക്ക് ഏത് സിറ്റുവേഷനിലൂടെ അത് മാറി നമ്മളിപ്പോ ജീവിക്കുന്ന ജീവിതം വന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കാണുമല്ലോ, അന്നും നമ്മളുടെ കയ്യിൽ നിന്നും പല കാര്യങ്ങളും വന്നു പോയിട്ടുണ്ടെന്നുള്ളത്. അത് തിങ്ക് ചെയ്യാത്തതിനോട് എനിക്ക് വൈജയന്തിയോട് വല്ലാത്തൊരു ദേഷ്യവും വിഷമവും തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഥ അല്ല, നമുക്ക് ഒറ്റയ്ക്കൊന്നും തിങ്ക് ചെയ്യാമല്ലോ. ഇതൊക്കെ പറയെങ്കിലും നമുക്ക് ബാക്കി ആരെ മുന്നിൽ കാണിക്കണ്ട, നമുക്ക് സെൽഫായിട്ട് നോക്കാം. ആലോചിക്കാറുണ്ട്. ഓക്കെ. വൈഷ്ണവിന്റെ അടുത്ത് നിന്ന് കിട്ടിയാ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ക്വാളിറ്റി എന്താ? ഡയലോഗിന്റെ പ്രസന്റ് ചെയ്യുമ്പോഴുള്ള ക്ലാരിറ്റി. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ പ്രോംപ്റ്റിംഗ് ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ അത് കേട്ടിട്ട് വലിയ ഡയലോഗ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്നലെ തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ വലിയ ഡയലോഗ്സ് ആയിരിക്കാം, പക്ഷെ അത് ക്യാച്ച് ചെയ്തിട്ട് അത് പറയുന്നത് പ്രസന്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇത് ക്യാച്ച് ചെയ്ത് അവിടെ ശ്രദ്ധ അങ്ങോട്ട് പോകാൻ പാടില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവിടെ പ്രസന്റ് ചെയ്യുകയും വേണം. അപ്പൊ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. അതും ആ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതി, അത് നമ്മൾ ഒരിക്കലും കേട്ട് പറയുന്നതായിട്ട് തോന്നൂല, നമ്മള് ബൈ ഹാർട്ട് ചെയ്തിട്ട് പറയുന്ന പോലെ തോന്നുള്ളൂ. അത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോഴതൊക്കെ പറയുന്നത് ഞങ്ങള് കട്ട് ചെയ്യലുണ്ടോ? തിരിച്ച് രാഹുലിന് എന്തെങ്കിലുമൊക്കെ രാഹുലെ ഈ പ്രോജക്റ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. രാഹുല് ഇപ്പൊ ഒരു സീൻ വന്നു, അല്ലെങ്കിൽ ഇതേ കണക്ക് ഹെവി ഡയലോഗ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് രാഹുൽ അതിനുവേണ്ടി അങ്ങ് ഭയങ്കര പ്രിപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഡയലോഗിനെ അങ്ങോട്ട് കടിച്ചു പൊട്ടിക്കുന്ന രീതിക്കല്ല, വളരെ സട്ടിലായിട്ടാണ് രാഹുൽ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ കൊള്ളേണ്ടതാണെങ്കിൽ ആ ക്യാരക്ടറിന്റെ മനസ്സിൽ കൊള്ളുകയും ചെയ്യും, എന്നാൽ വളരെ സട്ടിലായിട്ട് വന്ന് പറയും. അത് അവന്റെ ഡബിങ് ആണെങ്കിലും ഒക്കെ അതെനിക്ക് ഭയങ്കര അത് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഇപ്പൊ സീരിയലിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കഥാപാത്രത്തിന് ഒരു ടേണിംഗ് പോയിന്റിൽ വലിയൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആരോടായിരിക്കും ഹെൽപ്പ് ചോദിക്കാം? ഇപ്പം വൈജയന്തിക്ക് ഒരു ടേണിംഗ് പോയിന്റിൽ ഒരു വലിയൊരു ഡിസിഷൻ എടുക്കണം, പക്ഷെ പുള്ളിക്കാരി ഭയങ്കര കൺഫ്യൂസ്ഡാ. അങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫിൽ ആരോടായിരിക്കും വൈജയന്തി ചോദിക്കാൻ പോകുന്നത്? റിയൽ ലൈഫിലോ? അല്ല, മനു. മനു ആണെങ്കിലോ?
മനു അലീനയോടായിരിക്കും. ഒരു കാര്യമില്ല. മനു ആണെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ ആണെങ്കിൽ ഇതുവരെ ചോദിച്ച ട്രെൻഡ് വെച്ചിട്ട് ഒബ്വിയസ്ലി കിഷോറേട്ടന്റെ ക്യാരക്ടർ ബാലേന്ദ്രനോടായിരിക്കും ചോദിക്കേണ്ടത്. കാരണം അവരുടെ ഒരു ബോണ്ടിങ്ങും സംഭവങ്ങളും ഇത് പാസ്റ്റ് സീൻസും വെച്ചിട്ട് അങ്ങനെയാണ്. ഞാൻ ഇനി കുറച്ച് ഫോട്ടോസ് കാണിക്കാം. പെട്ടെന്ന് അത് കാണുമ്പോൾ അവരെ കുറിച്ചുള്ള ഒരു ഫൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി പറയണം. നമുക്ക് അറിയാവുന്നവരാ. ആ ഫണ്ണായിട്ട് മെമ്മറി പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ അപ്പച്ചിയാ, അച്ഛന്റെ പെങ്ങളാ, അതാണ് ആദ്യം ഓർമ്മ വരുന്നത്. വേറെന്താ? ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, വർക്ക് ചെയ്യാൻ ഒരുമിച്ച് ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആ ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ ഞങ്ങളുടെ സീരിയലിലെ ടേണിംഗ് പോയിന്റിനുള്ള മെയിൻ ക്യാരക്ടർ രുചിത്താമ്മ. ആ ക്യാരക്ടർ ഓർമ്മ വരും. അപ്പൊ ഇത്രയും നാള് ചെയ്തതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് രുചിത്താമ്മ. അപ്പൊ കുഞ്ഞിലെ അത് പിന്നെ കസിൻസും ഫാമിലി എല്ലാരും കൂടെ ഉള്ള ഇതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ അച്ഛന്റെ പെങ്ങളാണ്, സായികുമാറിന്റെ പെങ്ങളാണ്. നമ്മൾ പല സിനിമയും ഇതും കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഇതിൽ ചെയ്ത ക്യാരക്ടർ ഭയങ്കര മെമ്മറബിൾ ആണ്. അപ്പേക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. ബ്രിജിത്താമ്മയ്ക്ക് വളരെ ഫാൻ ബേസ് ഉണ്ട്. ഒരുപാട് മൂവീസിലും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന വെള്ളി നക്ഷത്രത്തിലെ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറെ ഇപ്പോഴും എവിടെയൊക്കെ കാണാറുണ്ട്. ഓക്കെ, നികിത ഞങ്ങളുടെ നായിക. എനിക്ക് നികിത ഫസ്റ്റ്, അതായത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സമയത്ത് MG ശ്രീകുമാറിന്റെ സരിഗമ പ്രോഗ്രാമിന് എന്തോ വന്നു. അന്ന് ഭയങ്കര ടോക്കറ്റീവാ, ഇപ്പൊ ഉള്ള ആളെ അല്ല. അന്ന് MG ശ്രീകുമാറിന്റെ അടുത്ത് അന്ന് ഞാൻ ആലോചിച്ചു, ദൈവമേ ഈ കുരുട്ട് സാധനം ഇരുന്ന് അടിക്കുന്ന ഡയലോഗൊക്കെ എന്ന്. അതായത് പാട്ടിന്റെ എന്തോ കാര്യം ചോദിച്ചപ്പോ സംഗതി ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അത് വീട്ടിൽ വെച്ചിട്ട് വന്നു. അന്ന് 4 വയസ്സെന്തോ ഉള്ളൂ തോന്നുന്നു. അതെനിക്ക് ഫസ്റ്റ് എനിക്ക് ഓർമ്മ. അത് നികിതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫണ്ണൊന്നുമില്ല, ഇപ്പൊ ഊപ്പ് മേടിച്ചിട്ടുണ്ട്. വാങ്ങിപ്പിച്ചു. ഞാൻ ഇത് കെട്ടി അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നല്ലതെന്ന് തോന്നി. ആ കുട്ടിയും അത് ഞങ്ങളൊക്കെ വീഴ്ത്താൻ നോക്കി ആ വലയിൽ. പ്രൊമോഷൻ ഉണ്ടെന്ന് അതിനെപ്പറ്റി സംശയമുണ്ട്. പ്രൊമോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെയുള്ള വലിയ വലിയ ആൾക്കാരാണ്, നമുക്കൊന്നും കിട്ടില്ല. ഷഹനാസിന്റെ ഉപദ്രവം നല്ല ഇടി കിട്ടും ഇടയ്ക്ക്. ചവിട്ട് കടി. കാരണം ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതുപോലെ തന്നെ അധികം ഫ്രണ്ട്ലി ആയിരിക്കില്ല എന്നങ്ങനെ വിചാരിച്ചു. ആ ഒരു ലുക്കൊക്കെ ഉണ്ട്, കണ്ണ് ഭയങ്കര സ്പെഷ്യലാണ് ആ കുട്ടിയുടെ. കാരണം നമ്മള് പല കളറും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കളർ ഞാൻ കണ്ടിട്ടില്ല. വെരി ബ്യൂട്ടിഫുൾ, പക്ഷെ ഭയങ്കര ഇന്റൻസ് ആണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പല ഇപ്പൊ ഈ ഗ്രേ ഐസും ഗ്രീൻ ഐസും ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഒരു പുലിയുടെ ഒരു പുലിയുടെ പോലത്തെ കണ്ണാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമേ കണ്ണ് ബ്ലൂ ആയിരുന്നു, പിന്നെ ഇപ്പൊ കളർ ചേഞ്ച് ആയി പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഈ ഒരു 1 year ടൈം ഗ്യാപ്പിൽ വെച്ചിട്ട് ഇപ്പോഴും അവളുടെ ഐറിസിന്റെ കളർ മാറിയിട്ടുണ്ട്. എന്തോ ഉണ്ട്. അപ്പൊ അതാണ് കെച്ചുവിനെ എനിക്ക് പറഞ്ഞു അല്ല, എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ ജാൻവിയും കെസയും ഒരേ പ്രായമാണ് ഓൾമോസ്റ്റ്. പക്ഷെ ജാൻവി എനിക്കൊരു സിസ്റ്റർ വൈബാണെങ്കിൽ കെസിയ ഒരു ഫ്രണ്ട് വൈബാണ്. സംസാരം പെരുമാറ്റമൊക്കെ കുറച്ചും കൂടി ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ജാൻവി എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടി തന്നെയാണ്, നമുക്ക് ആ ഒരു അനിയത്തി എന്നുള്ള ഫീലാണ്. മറ്റേ നമ്മളൊരു ഫ്രണ്ട് എന്നുള്ളൊരു ആ ഒരു ലെവൽ ഓഫ് ഇതിലാണ് സംസാരം. അങ്ങനെയൊക്കെ ഞങ്ങള് അധികം അങ്ങനെ സംസാരിക്കാനോ അധികം കോമ്പിനേഷൻ സീനോ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അതെ അതെ, ഇനിയും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ജോയ്സ് സാറിന്റെ പ്രോജക്ട്സ് ഒക്കെ അത്യാവശ്യം കണ്ടിട്ടുള്ള ആളാണ്. മഞ്ഞുരുവൻ കാലത്തിലെ കിഷോറേട്ടന്റെ മോളായിട്ട്, അതായത് നികിതയുടെ ചെറുപ്പം കാണിച്ചിരിക്കുന്ന കെച്ചുവ. അതിനകത്ത് ഗേറ്റിൽ നിന്നിട്ട് ഒരു പിങ്ക് ഫ്രോക്ക് ഇട്ടിട്ട് ഗേറ്റിൽ നിന്നിങ്ങനെ ആടുന്ന ഒരു സീനുണ്ട്. എനിക്ക് അതാണ് ആ കുട്ടി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക. ഓക്കെ, അടുത്ത ആള് ഹെവി പേഴ്സൺ. ഓ മൈ ഗോഡ്, പറയൂ. ഇത്ര നേരം ഫോട്ടോയും കിട്ടിയില്ലേ?
ഇത്രയും ഫോട്ടോസ് എന്നിട്ട് നോക്ക് ഏജിനും കൂടുതൽ ഏജുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടിട്ട് ആ ഫോട്ടോ തന്നെ എടുത്ത് വെച്ചിരിക്കും. പക്ഷെ അപ്പൊ ഡിഫറൻസ് മനസ്സിലാവും ആളുകൾക്ക്. നോക്കൂ, ഓ അതിന് വേണ്ടിയാ എങ്ങായിട്ടാ ഇരിക്കുന്നേ. ഇന്റർവ്യൂ ആവേണ്ട ആള് തന്നെ. മനസ്സിലായോ? ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചു. ഇത് കാണുമ്പോ വൈഷ്ണവിക്ക് എന്നാ ഓർമ്മ വരാറാണ്? ഞെട്ടിപ്പോയി. എനിക്കാ ഇപ്പൊ പറഞ്ഞു തന്നെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ലേ വൈഷ്ണവി പറയാത്ത അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് ചോദിച്ചാൽ അല്ല ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആദ്യം കണ്ടപ്പോൾ ഉള്ളതും ഇപ്പൊ എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് എനിക്ക് ഓർമ്മ ഇതിൽ കണ്ടുള്ളത് കണ്ണടിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത് പഞ്ചാഗ്നി സീരിയലിലുള്ള ഗെറ്റപ്പാണ്. അപ്പൊ അവിടെ ആ ലൊക്കേഷൻ ഓർമ്മ വരുത് ഇപ്പോ. പക്ഷേ ഇത്ര പ്രായമില്ല. ഷീ സോ ബ്യൂട്ടിഫുൾ. ഇൻ റിയൽ ഭയങ്കര ക്യൂട്ടാണ്. ഞാനും അതിന്റെ ഇടയ്ക്കൂടെ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. വന്നപ്പോ ഉള്ള ആളെ അല്ല ഇപ്പൊ. വന്നപ്പോ എങ്ങനെയായിരുന്നു? വന്നപ്പോ എന്ന് വെച്ചാ ആ ക്യാരക്ടറിലേക്ക് കടക്കാൻ എനിക്ക് ഒരു ടൈം എടുത്തു. കടന്നു കഴിഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യുന്നത് നല്ല രസമാണ്. ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഫണ്ണാണ്. ഇത്രയും ഫ്രണ്ട്ലി ആവുന്ന ഒരാളാണെന്ന് വന്നപ്പോ എനിക്ക് തോന്നിയില്ലായിരുന്നു. എല്ലാരെ പറ്റി ഞാൻ അതാ പറയാറ്. ഇപ്പൊ 3 പേര്, 3ാമത്തെ ആളാ ഇത് പറയുന്നത്. ബാദുക്കാന്ന് ഇപ്പൊ ഈ സീരിയലിൽ വന്നതിന് ശേഷം വിളിക്കാൻ തുടങ്ങി. മുമ്പ് ഈ പേര് അച്ഛൻ ഒക്കെ അഭിനയിക്കുന്ന ആ സമയത്തൊക്കെ ബാദുഷ കൺട്രോളർ ആണ്, അങ്ങനെ ഒരു പേരിലാണ് ആദ്യമേ എനിക്കറിയുന്നത്. ഇവിടെ വന്നപ്പോ ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആയി. സീൻസ് ഒക്കെ നേരത്തെ പുള്ളി സീനിൽ കയറി നിൽക്കുമ്പോ ഒന്നും നമ്മുടെ അടുത്ത് അധികം സംസാരമൊന്നുമില്ല, ഭയങ്കര സൈലന്റ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ സെറ്റായി ചിരിയും കളിയൊക്കെ ആയിട്ട് വൈബാക്കി. ഓക്കെ, അടുത്ത ആള് രാഹുൽ സുരി. നീ അല്ലേ നീ കൊടുത്ത ഫോട്ടോ ആണത്? ഞാനൊരു നിമിഷം ഞെട്ടിപ്പോയി. ഇത് രാഹുലിനെ കുറിച്ച് എടുത്തു പറയണമെങ്കിൽ ഒരു കാര്യം, രാഹുലിന്റെ കാറ്, അയ്യോ കാർ ക്രേസ് ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എനിക്കും അത്യാവശ്യം കാറൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്, ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ രാഹുലിന്റെ കാറ് ഹാരിയർ അല്ലേ, ഞങ്ങള് ഹരിഹരൻ എന്നാണ് പറയുന്നത്. അല്ല ഞങ്ങളെന്ന് വെച്ചാൽ അത്രമാത്രം ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഫ്രണ്ടൊന്നും അല്ല, അതിനും മേലെ എന്നുള്ള രീതി. ആ ഗേൾ ഫ്രണ്ട് അതിക്കും മേലെ അങ്ങനെ. അതായത് ഒരു ദിവസം ഈ മാമച്ചൻ വീട് അങ്ങനെ ആ ലൊക്കേഷനിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ റൂമിൽ ബ്രേക്ക് ടൈമിന് നിന്നപ്പോൾ ഈ പയ്യൻ വന്ന് നിന്നിട്ട് വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ എൻ്റെ അമ്മ ചോദിച്ചു, എന്താ നമ്മളെ ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം? അപ്പൊ നോക്കിയപ്പോ കാറ് ബ്ലാക്ക് ആണ്, കാറ് മാറ്റ് ഫിനിഷ് ആണ്. അവിടെ നോക്കിയിട്ട് വെയിലത്ത് കാറ് കിടക്കുന്നു. ഞാൻ എന്താ കാറ് കറുത്തു പോവോ വെയിലത്ത് കിടന്നാ? ഇല്ല, അതിനെപ്പോഴും അങ്ങോട്ടൊന്ന് മാറ്റിയിട്ടാലോ. ഇത്ര മാത്രം, അതായത് അവൻ ഉള്ള സമയത്ത് റെസ്റ്റ് എടുക്കല്ല, അത്രയും നേരം സീൻസ് ചെയ്തിട്ട് വന്ന് നിൽക്കുക. അത്രമാത്രം കാറുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പയ്യൻ. അത് പെട്ടെന്ന് എനിക്ക് അതാണ് ആദ്യം ഓർമ്മ വരിക രാഹുലിനെ പറയുമ്പോൾ. ആക്ടിങ് ഒക്കെ പിന്നെ. എന്റെ കാർ എത്ര ഇഷ്ടം? നമ്മുടെ സെക്കൻഡ് ഹോം ആണല്ലോ, അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മുടെ ഫസ്റ്റ് കാറാണോ? സെക്കൻഡ്. കാറിനെ എവിടേക്കോ പുള്ളി കൊണ്ടുപോകുന്നു. കാറിനെ ലൈഫ് എൻജോയ് ചെയ്യിപ്പിക്കുന്ന പോലെയൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ ഈ വണ്ടിയെ പറ്റി അറിയാവുന്ന ആൾക്കാർ കുറെ ഉണ്ട്. അപ്പൊ അങ്ങനെ വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും അല്ല, പക്ഷെ എന്റെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഒരു എനിക്ക് അങ്ങനെ വലിയ സ്ട്രെസ് ഒന്നും ഇല്ല, മറ്റേ സ്ട്രെസ് മാറ്റാൻ വേണ്ടി ഡ്രൈവ് പോകാൻ അങ്ങനെയല്ല, പക്ഷെ പോവാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പോവാനും ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാനും ലിഫ്റ്റ് ഒക്കെ ചോദിച്ചാ ഒന്നും പിന്നെന്താ ഉണ്ടാക്കാലോ, വരൂ വന്നോളൂ നമുക്ക് പോവാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. അതിന്റെ ഒരാൾക്ക് ഫീൽ ചെയ്യണ്ടേ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോ റീസെന്റ് മോഡിഫിക്കേഷൻ ഒക്കെ നോക്കുന്നുണ്ടോ? നമുക്ക് അലൗഡ് ആയല്ലോ. എന്റെ അനിയൻ മോട്ടോർ വെഹിക്കിളാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ല, ഇതിലങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ EV ഇലക്ട്രിക് കാറിൽ നമുക്ക് അധികം അങ്ങനെ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. പിന്നെ വേണ്ടതല്ലാതെ തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് അധികം കൺസേൺ ഇല്ല. അടുത്ത ആള് പൂക്കിയാണ്. വെരി ക്യൂട്ട്, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. നമ്മുടെ ഈ ഇതിൽ ക്യാരക്ടറെ പോലെ അല്ല, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഒരാളുടെ വിഷമം പറഞ്ഞ് ഇരുന്ന് കരയുകയും ചെയ്യും. നമുക്ക് പോലും ഞങ്ങൾക്കൊന്നും പരിചയം കാണില്ല. ഒരാളുടെ കാര്യം പറയും, കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നതാണ്.
എന്നാൽ അറ്റ് എ ടൈം മാറുകയും ചെയ്യും. എന്ന് വെച്ചാല് ഇത്രയും സമയം കണ്ടെത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അതെ, ഒരു എന്തൊക്കെ 5 കാര്യങ്ങൾ ഹാൻഡിൽ minutes ചെയ്യുന്നറിയോ? ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒന്ന് ഇരിക്കാം, അതില്ല. അതിനകത്ത് കോൾസും കാര്യങ്ങളും എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്ത് പോകുന്നു ഭയങ്കര ഒരു 5 മിനിറ്റ് ബ്രേക്ക് വന്ന അടുത്ത റീൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പൊ അടുത്ത റീൽ ഇടാനോ അടുത്ത എന്തെങ്കിലും പ്രൊമോഷന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് ചുമ്മാ ഫോൺ നോക്കി റീൽ കണ്ടിരിക്കണം അങ്ങനെ വളരെ റെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര മാനേജ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 3-4 ഫോണൊന്നും ഇല്ല കേട്ടോ, ഒറ്റ ഫോണിനകത്താണ് ഈ പരിപാടി ഫുള്ള്. ആളുടെ ഹസ്ബൻഡ് ഭയങ്കര ഫണ്ണിയാണ്. പിന്നെ അവര് വൈബാണ്, അവര് ഫാമിലി ഭയങ്കര വൈബാണ്, പിള്ളേരും എല്ലാവരും അടിപൊളിയാ. ഓക്കെ, കുറെ പേരുണ്ട്, ഞാൻ പെട്ടെന്ന് ചോദിക്കാം. അബി അടിപൊളിയാണ്. അവന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വില്ലൻ മെയിൻ അത്രയും ഫാൻസ് ഉള്ള ഒരു വില്ലനാണ് പുള്ളി. അത് സാധാരണ സീരിയലിൽ കണ്ടുവരുന്നത് വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നു, അങ്ങനെ മാത്രമാണ്. പക്ഷെ ഇതിൽ ആക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിൽ അത് ചെയ്ത് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ആനന്ദേട്ടൻ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആനന്ദേട്ടൻ്റെ കൂടെ ആയിരുന്നു. അതൊരു മെമ്മറിയാണ്. അത്രയും സപ്പോർട്ട് ചെയ്തു ആ ക്യാരക്ടറിന് മുമ്പോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ മെമ്മറി. വേദ പുള്ളി ഭയങ്കര പാഷനേറ്റ് ആണ് ഇതിനോട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവരോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എൻജോയബിൾ ആണ്, ഇൻഫോർമേറ്റീവ് ആണ്. പുള്ളി ഇതിന്റെ കുറെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പൊ ഞങ്ങള് അധികം സീൻസ് അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ വന്നതൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. ജാൻവി വളർന്നു വരുന്ന ഒരു നായികയാണ്, ടാലന്റഡ് ആണ്. ഇപ്പൊ എനിക്ക് അനിയത്തിമാര് ഇങ്ങനെ, എനിക്ക് അനിയനാണുള്ളത്, കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവരായിട്ടൊന്നും അത്ര ക്ലോസ് അല്ല. മേ ബി ദൂരെ ആയിരിക്കാം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് ആദ്യമായിട്ടൊരു സിസ്റ്റർ, ഒരു അനിയത്തി എന്ന് പറയുന്ന ഒരു ഫീൽ ഇല്ല, ഒരു അഫെക്ഷൻ എനിക്ക് ജാൻവിയിലാണ്. ഗ്രേറ്റ് ആക്ടർ. പുള്ളിയുടെ ഡബിങ്, വോയിസ് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത മോഡുലേഷനിൽ ചില സീൻസിലൊക്കെ ഡബ് ചെയ്ത് വെക്കും. എങ്ങനെ ഇരിക്കും നമുക്ക് ആ സൗണ്ട്, അത് ആ കേൾക്കുമ്പോൾ പുള്ളി പ്രസന്റ് ചെയ്ത രീതി നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. ഒരുപാട് പഠിക്കാനും ഉണ്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ. ചിലതൊക്കെ ഒരു ചെറിയ നോട്ടത്തിലൊക്കെ നിർത്തും, ചില എക്സ്പ്രഷൻസ് ഒക്കെ. മനീഷ ചേച്ചിയുടെ പാട്ട്, ആക്ടിങ്ങിനെ കാട്ടി ഞാൻ പാട്ടേ പറയുള്ളൂ. അയ്യോ, അസാധ്യ സിംഗറാണ്. SPBയുടെ ഒക്കെ കൂടെ നിന്ന് പാടിയൊരു ആർട്ടിസ്റ്റാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, സെൻസിറ്റീവ് ആണ് ആള്, ഭയങ്കര സെൻസിറ്റീവ്. പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. ഭയങ്കര ഫണ്ണാണ്. ഒരുമിച്ച് ഉള്ള ടൈമൊക്കെ അടിപൊളിയായിരുന്നു. അതും ഇടയ്ക്ക് വെച്ചാണ് ഈ ക്യാരക്ടർ വന്നെങ്കിലും വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്ത് പെർഫോം ചെയ്തൊരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു ആക്ട്രസ് ആണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.